ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ സമ്പൂർണ്ണമായി അതിൻ്റെ നിയന്ത്രണാധികാരം, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായ അധികാരം നടത്തുന്ന ആളുകൾക്കാണ് എങ്കിലും ചില നിബന്ധനകളുണ്ട്. 40% സീറ്റുകൾ മലയാളികൾക്കായിരിക്കണം. ഈ 40% സീറ്റുകളിൽ സംവരണ തത്വങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പട്ടിക വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് റിഡക്ഷൻ കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ കേരളത്തിൽ സാമൂഹ്യനീതിക്ക് അനുസൃതമായി അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ 40% സീറ്റുകളുടെ കാര്യത്തിൽ അനുവർത്തിക്കപ്പെടുമെന്ന ഉറപ്പോടുകൂടി സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ കുഴപ്പമുണ്ടോ? സ്വകാര്യ സർവകലാശാലകളെ UDF എതിർക്കുന്നുണ്ടോ? ശ്രീ അഭിലാഷെ, സ്വകാര്യ സർവകലാശാലകളെ എതിർക്കാനുള്ള നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ തലമുറക്ക് അവർക്ക് വിദേശ സർവകലാശാലകളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം ഈ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചും അത് ഇത്തരമൊരു തീരുമാനം എടുത്ത അടിസ്ഥാനത്തിലായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ ഇത്തരമൊരു തീരുമാനം എടുത്തുകൊണ്ട് ഒരു ശ്രീ TP ശ്രീനിവാസനെ പോലെയുള്ള ഏറ്റവും ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു മനുഷ്യനെ അതിൻ്റെ ചെയർമാനാക്കി വെച്ചുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻ ആരംഭിച്ചത്. ആ ഡിസ്കഷനകത്ത് നയരൂപീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം ചർച്ച ചെയ്യാനുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുമ്പോഴാണല്ലോ ആ TP ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ആ അന്നത്തെ അദ്ദേഹത്തെ ഉൾപ്പെടെ അതിക്രൂരമായി SFIയുടെ നേതാക്കന്മാർ ആക്രമിച്ചത്. കേരളത്തെ സ്വകാര്യ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അരാജകത്വം ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ സമരം നടത്തിയത്. ഇപ്പോൾ ശ്രീ വിജിന് തന്നെ പറയുന്നു, അദ്ദേഹത്തിന്റെ ഓഡിയോ വീഡിയോ ഒക്കെ ഇപ്പോൾ വളരെ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. എത്ര കിട്ടി ഉമ്മൻചാണ്ടി എന്ന് ചോദിച്ചത്. ഇപ്പോൾ പിണറായി വിജയൻ എത്ര കിട്ടി എന്ന് ചോദിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ? അപ്പോൾ ഒരു നാടിന്റെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളും സ്വകാര്യ സർവകലാശാലകൾ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ കേരളം പോലെ ഏറ്റവും സാക്ഷരമായി നിൽക്കുന്ന ഒരു നാട്ടിനകത്ത് ഇത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകൾ ഇവരാണ്. ഇവർ ഒന്നിന്റെ നിറം മാറുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയാണ് എല്ലാ കാലത്തും. ഏതെങ്കിലും ഒരു കേരളത്തിന്റെ 50 വർഷക്കാലത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിനെടുത്ത് പരിശോധിക്കുമ്പോൾ അതിന് എല്ലാ തരത്തിൽ പിറകോട്ട് കൊണ്ടുപോയൊരു പാരമ്പര്യം SFIക്കും CPM ഉണ്ടല്ലോ. ആ CPM ഉണ്ടായതിന്റെ ഭാഗമായി പിന്നെ അവർ അധികാരത്തിൽ വരുമ്പോൾ അത് വിഴുങ്ങാൻ ഒരു മടിയില്ലാത്തവരാണ്. നമുക്കൊക്കെ അറിയാൻ സാധിക്കും. പൂച്ച എലിയെ പിടിക്കുന്നത് പോലെ, ആന കരിമ്പ് തിന്നത് പോലെ, സിംഹം മാനെ തിന്നത് പോലെ സ്വന്തം ഛർദി വാരി തിന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ആ ഒരു വർഗ്ഗമാണ്. അത് ഈ നാടിന്റെ അകത്ത് വികസനപരമായി ഒരു സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ നയങ്ങളെയും അട്ടിമറിക്കപ്പെട്ട ഒരു പാരമ്പര്യമുള്ള ആളുകളല്ല ഇവർ. ഇപ്പൊ ഞങ്ങൾ ഇവരെ പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എതിരെ സമരം ചെയ്ത ആളുകളല്ല. കേരളത്തിൽ ഇന്ന് വരുന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ മുഴുവൻ മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അവരൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ച് അവിടെ തന്നെ വാസയോഗ്യമായി അവിടെ തന്നെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് വരുന്നില്ല. എന്തേ കാരണം? ഈ ഒരു 10-12 കൊല്ലം മുമ്പ് ഇത് കേരളത്തിൽ ആരംഭിച്ചെങ്കിൽ ഈ വിദേശ സർവകലാശാലകൾ ഈ കേരളത്തിനകത്ത് വന്നെങ്കിൽ ഈ കുട്ടികളുടെ ഒഴുക്ക് തടയാമായിരുന്നില്ലേ? അവർക്ക് ആ വിദ്യാഭ്യാസം ഇവിടെ കിട്ടുമായിരുന്നില്ലേ? ചെറിയ ചെലവ് കിട്ടുമായിരുന്നില്ലേ? അത് തടസ്സപ്പെടുത്തിയവരാരും ഇവരല്ലേ. ഇപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ബോധോദയം വന്നത്. നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ വിദേശ സർവകലാശാലകൾ സ്വീകരിച്ചിരിക്കുന്നു, കാലത്തിനനുസരിച്ച് മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോഴാണ് ബോധം വന്നത്. ഇതുപോലെ ട്യൂബ് ഒരു പ്രസ്ഥാനം ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ബുദ്ധി വരാത്ത ആളുകളിൽ ഇവരുടെ ചരിത്രം തന്നെ എടുത്തു പരിശോധിച്ചു. ശ്രീ അഭിലാഷ് ഉൾപ്പെടെ ചോദിച്ചല്ലോ, AK ആന്റണി കൊണ്ടുവന്ന സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തി. ശ്രീ അഭിലാഷ് ഉൾപ്പെടെ SFIയുടെ നേതാവായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉൾപ്പെടെ സമരം നടത്തിയിട്ടില്ല ഇവരെ വാക്ക് കേട്ടിട്ട്? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അതിൻ്റെ അകത്ത് കുറ്റബോധം തോന്നില്ലേ? ഞാൻ പറയാൻ ആഗ്രഹിക്കുക, എത്ര ഈ നാടിനകത്ത് ഇതുപോലെ സമരം നടത്തി മുമ്പോട്ട് പോയി ഒരു വലിയ തലമുറയല്ലേ തകർത്തത്? എന്നിട്ട് ഇവർ വന്നപ്പോഴെന്താ ഈ നാട്ടിലെ DYFIക്കാരന്റെ പേരിൽ, മരിച്ചുപോയ DYFIക്കാരന്റെ പേരിലൊക്കെ സ്വാശ്രയ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും സ്ഥാപിച്ചവർ ഇവരല്ലേ? നിഷേധിക്കാൻ പറ്റുന്നുണ്ടോ? പരിയാട് മെഡിക്കൽ കോളേജ് നമ്മുടെ മുമ്പിലില്ലേ? പരിയാട് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ കരുണാകരന്റെയും രാഘവന്റെയും സ്വകാര്യ സ്വത്താണെന്ന് പറഞ്ഞ് കേരളത്തിനകത്ത് അതിരൂക്ഷമായ സമരം നടത്തി. കൂത്തുപറമ്പിൽ 5 ആളുകളെ കൊന്നല്ലോ, അന്ന് കൊലക്ക് കൊടുത്തല്ലോ. പുഷ്പൻ ഇപ്പല്ലേ മരിച്ചുപോയത്? ആ പുഷ്പന്റെ പേരിലിടണം ഇനി പുതിയ സർവകലാശാലയുടെ പേര്. ഇവർ തുടങ്ങുന്ന സർവകലാശാലയുടെ പേര് ഉദ്ഘാടനം ചെയ്യാൻ സഖാവ് പുഷ്പൻ സ്മാരക സർവകലാശാല എന്ന് നാമകരണം ചെയ്യണം. എന്തിനാണ് നിങ്ങൾ എന്നുള്ളതാണ് UDFന്റെ ചാർജ്, അല്ലാതെ സ്വകാര്യ സർവകലാശാലയോട് എതിരല്ല. അഭിലാഷേ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പരിയാരം മെഡിക്കൽ കോളേജ്, ആ പരിയാരം മെഡിക്കൽ കോളേജിന്റെ പിന്നെ അതിന്റെ ചെയർമാനായ ആരാ? MV ജയരാജനല്ലേ? ഇവരതിനെ നശിപ്പിച്ചില്ലേ ആ പരിയാരം മെഡിക്കൽ കോളേജിനെ? ആ രാഘവനെതിരായി നടത്തിയ സമരം ഇപ്പോ ഈ നികേഷ് കുമാർ ഉൾപ്പെടെ ഇവരെ കൂട്ടത്തിലാണ്. ആ രാഘവനെ കൊല്ലുന്നതിന് വേണ്ടി ഇവർ നടത്തിയില്ല. അദ്ദേഹത്തിന്റെ പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്ത കേന്ദ്രം ചുട്ടരിച്ചില്ലേ? സിംഹവാലിനെയും കുരങ്ങിനെയും മാനിനെയും മുതലയെയും രാജവമ്പാലയും ചുട്ടുകരിച്ച് കൊന്നില്ലേ? സിംഹവാലൻ കുരങ്ങിന്റെ കാല് വെട്ടിയപ്പോൾ പ്രാണരക്ഷാർത്ഥം തുള്ളുമ്പോൾ തുള്ളട രാഘവൻ ആക്രമിച്ച്
പ്രവർത്തിച്ചവരല്ലേ ഇവര്. എന്നിട്ട് ഇപ്പോ ആ പരിയാരം മെഡിക്കൽ കോളേജ് ഇവർ അധികാരത്തിൽ വന്നപ്പോൾ അതിന്റെ ചെയർമാനായി ഒരു ഉളുപ്പുമില്ലാതെ MP ജയരാജൻ കടന്നിരുന്നില്ലേ? ഇവർ മാപ്പ് പറഞ്ഞു കൂത്തുപറമ്പ് രക്തസാക്ഷികളോട്. ഉളുപ്പുണ്ട് ഇവർക്ക്? ഈ കേരളത്തെ ഇതുപോലെ പിറകോട്ട് നയിച്ച ഒരു പ്രസ്ഥാനമല്ലേ ഇവര്. അതുകൊണ്ട് കേരളത്തെ 50 വർഷം പിറകോട്ട് നയിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദി ഇവരാണ്. അതുകൊണ്ട് ഇപ്പൊ കൊണ്ടുവരുന്നത് ഈ നാടിന്റെ ജനങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്തുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തരത്തെ സർവകലാശാലയിൽ ഇവർ മുന്നോട്ട് വരുന്നത് എന്നത് യാഥാർത്ഥ്യം. ശരി, ഓക്കെ. അതിന് പെട്ടെന്നൊരു മറുപടി. അതിനുശേഷം BJP-യിലേക്ക് പോകാം. ഇത് ട്യൂബ്ലൈറ്റ് കത്തുന്നത് മാതിരി പതുക്കെ മിന്നി കത്തുന്ന ബുദ്ധിയാണ് നിങ്ങളുടേത്. 50 കൊല്ലം മുമ്പ് നടപ്പാക്കേണ്ട കാര്യം ഇപ്പോഴാണ് നടപ്പാക്കുന്നത് എന്നുള്ളതാണ് വിമർശനത്തിന്റെ കാതൽ. അല്ല, അതിൽ ഒറ്റ ഭാഗത്ത് ഒരു ചാനൽ ചർച്ചയിൽ ശ്രീ രജിലിനെ പോലുള്ള ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പ്രയോഗിക്കാൻ പറ്റാത്ത ചില വാക്കുകളൊക്കെയാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അതിന് ശക്തമായ മറുപടി എന്താണ്? ഛർദിൽ അതൊക്കെ അവിടെ അങ്ങ് വെച്ചാൽ മതി. ഛർദിൽ വാരുത്തുന്നവരൊക്കെ കോൺഗ്രസ്സുകാരാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ വെച്ചാൽ മതി. അത് ഇങ്ങോട്ട് വരണ്ട. അത് മാന്യമായ ഒരു ഭാഷയിൽ സംസാരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. പ്രേക്ഷകർ നിശ്ചയിക്കട്ടെ. ശ്രീ രജിൽ, അങ്ങേ പോലുള്ള ഒരു നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട സംഘടന നേതാവ് ചാനൽ ഉപയോഗിക്കേണ്ട വാക്കുകളാണോ എന്നുള്ളത് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അക്കാഡമിക് വിഷയത്തിൽ അങ്ങ് വളരെ നിലവാരമില്ലാത്ത പ്രയോഗങ്ങൾ നടത്തരുത് എന്നുള്ളതാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊന്ന്, അങ്ങ് ഇവിടെ പരിഹാരത്തെ കുറിച്ച് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിദ്യാർത്ഥികളെ ഒരു തലമുറയുടെ അക്കാദമിക് താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ട് സമരം നടത്തിയ ആളുകൾക്കെതിരെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറയാ? ശരി, ഓക്കെ, അത് വിടാം. പറയൂ. നിങ്ങളുടെ നിലപാട് മാറ്റുന്നതിനെയാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ, അത് വിടാം. മറ്റു വിഷയങ്ങളുണ്ടല്ലോ, പറയൂ. അതാണ് ശ്രീ രജിൽ, അതിന്റെ മറുപടി പറയാൻ പോയാൽ പിന്നെ ചർച്ചയുടെ നിലവാരം തന്നെ മറ്റൊന്നിലേക്ക് പോകുന്നുള്ളതാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. മറ്റൊന്ന്, അങ്ങ് പറഞ്ഞ പെരിയാരവുമായി ബന്ധപ്പെട്ട് പെരിയാരം വിഷയവും മറുപടി എനിക്കുണ്ടല്ലോ. അല്ല, ഈ കേവല രാഷ്ട്രീയ തർക്കത്തിലേക്ക് പോകണ്ട. ഒരുപാട് വിഷയങ്ങൾ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാനുണ്ടല്ലോ. അതുകൊണ്ട് രണ്ടുപേരും ക്ഷമിക്കൂ. റിജിൽ, അങ്ങ് മനസ്സിലാക്കേണ്ടത് ഈ വിഷയവും പരിഹാരവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അങ്ങക്ക് മനസ്സിലാകാത്തതാണോ, മനസ്സിലായിട്ടും അതിന്റെ യാഥാർത്ഥ്യം മറച്ചു വെച്ച് പറയുന്നതാണെന്ന് അറിയില്ല. മെഡിക്കൽ കോളേജിന്റെ വിഷയം എന്താ? പരിഹാരവുമായി ബന്ധപ്പെട്ട് എൻ്റെ നാട്ടിലാണ്. അവിടുത്തെ TB സാനിറ്റോറിയത്തിൻ്റെ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമിയും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന TB സാനിറ്റോറിയവും ഏറ്റെടുത്ത് ഒരു സ്വകാര്യ ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിൻ്റെ ചെയർമാനായി ശ്രീ കരുണാകരനും കൺവീനറായി MV രാഘവനും പ്രവർത്തിച്ചുകൊണ്ട് അത് സർക്കാരിൻ്റെ ഭൂമിയും ആസ്തിയും തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ഒരു വലിയ നീക്കത്തിനെതിരായി നടന്ന സമരത്തിൻ്റെ പേരാണ് കൂത്തുപറമ്പ് സമരം. അതോടൊപ്പം കണ്ണൂർ ജില്ലാ ബാങ്ക് നടത്തിയ പിൻവാതി നിയമനവുമായി ബന്ധപ്പെട്ട നടത്തിയ സമരമാണ്. ശ്രീ രജിൽ, അങ്ങേക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. അങ്ങ് മനസ്സിലാക്കൂ. അങ്ങ് മനസ്സിലാക്കിയിട്ട് മറുപടി പറയൂ. അതിനെയും ഇതിനെയും ചേർത്തുമൊക്കെ പറയരുത്. അതുകൊണ്ട് സഖാപുഷ്പനെയും കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മുദ്രാവാക്യത്തെ അല്ല, ഞാൻ പറയട്ടെ കോഴിക്കോട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാകുമ്പോ എന്തിനാ കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞതാരാ? EMS അല്ലേ? അതിന്റെ സമരം നടത്തിയത്, അതിന്റെ സമരമല്ലേ നിങ്ങൾ നടത്തിയത്? കോളേജ് വിരുദ്ധ സമരം നടത്തിയത്. എന്നിട്ട് നായനാർ അധികാരത്തിൽ വന്നപ്പോ എത്ര സ്വാശ്രയ കോളേജ് അനുവദിച്ചു? ഈ നാരായണന്റെ പേര് തലശ്ശേരി അനുവദിച്ചില്ലേ? നിങ്ങളെ നേതാവല്ലേ? ശരി, ഓക്കെ, രണ്ടുപേരും ക്ഷമിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങളുടെ ഒരു വിഷയമാണ്. നമുക്ക് 90കളിൽ മാത്രം നിൽക്കാൻ പറ്റില്ല. അങ്ങയിലേക്ക് ഞാൻ വരാം.